15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനത്തിന്റെ 7ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. നവകേരള നിർമ്മിതിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ പങ്കാളിത്തം, ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനം കാര്യക്ഷമമാക്കുന്നതിന് നടപടി, ജലനയം, വന്യജീവി ആക്രമണ പ്രതിരോധ നടപടി, കിഫ്ബി മുഖേന മത്സ്യ മാർക്കറ്റുകളുടെ നവീകരണം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വനാവകാശ നിയമപ്രകാരം 3126 കുടുംബങ്ങൾക്ക് 4224.55 ഏക്കർ ഭൂമിയുടെ കൈവശരേഖയും 27 കുടുംബങ്ങൾക്ക് 20.98 ഏക്കർ ഭൂമിയുടെ പട്ടയവും 718 കുടുംബങ്ങൾക്ക് 243.80 ഏക്കർ ഭൂമിയുടെ കൈവശരേഖയും നൽകിയതായി മന്ത്രി OR കേളു പറഞ്ഞു. അതുപ്രകാരം വനാവകാശ പ്രകാരം 3126 കുടുംബങ്ങൾക്ക് 4224.55 ഏക്കർ ഭൂമിക്ക് കൈവശ രേഖയും 27 കുടുംബങ്ങൾക്ക് 20.98 ഏക്കർ റവന്യൂ ഭൂമിയും പട്ടയവും 718 കുടുംബങ്ങൾക്കായി 243.80 ഏക്കർ നിക്ഷിപ്ത വനഭൂമിക്കുള്ള കൈവശരേഖയും നൽകി. കുടിവെള്ളം സാമൂഹിക അവകാശമാണെന്നും എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. സാർ, കുടിവെള്ളത്തെ ഒരു സാമൂഹിക അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജലനയത്തെക്കുറിച്ച് ഒരു കരട് ജലനയത്തം പുതുക്കി കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാർ, 4 സോണുകളിലായിട്ടാണ് 4 ബ്ലോക്കുകളിലായിട്ടാണ് കേരളത്തിന്റെ ഭൂജല ലഭ്യത നമ്മൾ കണക്കാക്കുന്നത്. പയ്യന്നൂരിൽ പോലീസിനെ ആക്രമിച്ച പ്രതികൾക്ക് പരോൾ നൽകിയ സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പയ്യന്നൂരിൽ പോലീസിനെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് അനധികൃതമായി പരോൾ നൽകിയ സംഭവവും രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലും സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്തു നിന്ന് കെ രമ MLA-യും മറ്റ് 5 പേരുമാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകിയതായും പരോൾ അനുവദിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായും പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകിയ അംഗത്തിന് സബ്മിഷനായി വിഷയം ഉന്നയിക്കാം. ഓർഡർ. വളരെ ഗുരുതരമായ വിഷയമാണ് തങ്ങൾ ഉന്നയിച്ചതെന്നും വിഷയം ചർച്ചയ്ക്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ചട്ടം 50 അനുസരിച്ചും ഈ റൂൾ ഓഫ് പ്രൊസീജിയർ അനുസരിച്ചും ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു നോട്ടീസ് കൊടുത്തപ്പോൾ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് തന്നിരിക്കുന്നത്. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. അപ്പൊ ഇപ്പോ വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇന്ന് സഭയിൽ വന്ന ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി MP രാജേഷ് മറുപടി നൽകി. 2023 ഏപ്രിൽ 10 ഉത്തരവിലൂടെ സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് 60% കുറച്ചുകൊണ്ടും അധികമായി ഈടാക്കിയ തുക 2025 മാർച്ച് 31 മുൻപ് തിരികെ നൽകണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് പാലിക്കാതിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് കെ ബാബു നെന്മാറ MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് മറുപടി നൽകി. സർക്കാർ കുറച്ചു കൊടുത്ത തുക അധികമായി ഈടാക്കിയത് തിരിച്ചു നൽകണം എന്ന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ പണം തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ കാണുന്നു. അത്തരം തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സഭയിൽ അവതരിപ്പിച്ച 6 സബ്മിഷനുകൾക്കും അതത് വകുപ്പ് മന്ത്രിമാർ ഇന്ന് മറുപടി നൽകി.
2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ചയ്ക്ക് ഇന്ന് തുടക്കമായി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ചയിൽ ആദ്യം സംസാരിച്ചത്. പുസ്തകത്തിൻ്റെ പുറം ചട്ടയിലേത് കേവലം ഒരു മുഖചിത്രീകരണം എന്ന് പരിമിതമായി വിശേഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മറിച്ച് അതൊരു നാടിൻ്റെ സമഗ്രമായ മഹാപരിവർത്തനത്തിലേക്കുള്ള കൃത്യമായ ദിശാസൂചകമാണ്. വരാനിരിക്കുന്ന ഉജ്ജ്വലമായ നാളുകളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ വിളംബരം ചെയ്യുന്ന കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഈ ചിത്രമെന്ന് ഞാൻ കരുതുന്നു. ഡെപ്യൂട്ടി സ്പീക്കറിന് പിന്നാലെ 13 അംഗങ്ങൾ ബജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.